നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മഹേഷ് ഗുരുജിയുടെ എൻലൈറ്റ്മെൻറ്റ് ദീക്ഷയെ കുറിച്ച് പറയാനാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ എൻലൈറ്റ്മെൻറ്റ് ദീക്ഷ, ഈ ദീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ബട്ട് നമുക്ക് അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുമില്ല, അത് അറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ ഒരു ജേർണിയിൽ നമ്മൾ പല വഴികളിലൂടെ ഒക്കെ സഞ്ചരിക്കും. ഒരു പോയിന്റ് എത്തുമ്പം നമ്മൾ സ്പിരിച്വലിലേക്ക് ടേൺ ആവും. അങ്ങനെ സ്പിരിച്വാലിറ്റിയിൽ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതായത് എന്താണ് എൻലൈറ്റ്മെൻറ്റ്? നമ്മളിപ്പോൾ ലൈഫിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, എന്താണെന്ന് പോലും അറിയാണ്ട് നമ്മൾ കണ്ടറിവ് കേട്ടറിവ് ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഘട്ടം എത്തുമ്പോൾ വി വിൽ ബി ലൈക്ക് ക്ലൂലെസ്, എന്ത് ചെയ്യണം മുന്നോട്ട്, എന്ത് ഡിസിഷൻ എടുക്കണം, ഇതൊക്കെ ഭയങ്കര ഒരു പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമുക്കൊരു വഴികാട്ടിയായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഒരു മെൻറ്ററായിട്ട്, അല്ലെങ്കിൽ നമ്മൾക്കൊരു സപ്പോർട്ടായിട്ട് ഒരു ഗുരു ഉണ്ടെങ്കിൽ ദെൻ അവർ പാത്ത് വിൽ ബി പ്രോപ്പർ. അതായത് നമുക്കിപ്പോൾ ഒരു കാട്ടിലേക്ക് ഇറങ്ങുമ്പം ആ ഫോറസ്റ്റിൽ പല ലൈക്ക് വന്യമൃഗങ്ങളുണ്ടായിരിക്കും, വിച്ച് ഇസ് നമുക്ക് ഡേഞ്ചർ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് അതിൻ്റെ വഴികൾ അറിയത്തില്ല. പക്ഷെ ഒരു ഗുരു ഉണ്ടെങ്കിൽ നമുക്ക് ആ കാടിൻ്റെ, ബിക്കോസ് ഓൾറെഡി സഞ്ചരിച്ച ഒരു ഗുരു, ഹി നോസ് ദ പാത്ത്, എങ്ങനെ പോയാൽ ഇതുവഴി പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗുഡ് എന്ന്. അപ്പം സഞ്ചരിച്ച ഒരു ഗുരു ഉണ്ടെങ്കിൽ നമുക്ക് ഇറ്റ് വിൽ ബി ഈസി ഫോർ us ടു റീച്ച് അവർ ഡെസ്റ്റിനി. അപ്പം അങ്ങനെ ഒരു വഴികാട്ടിയാണ് മഹേഷ് ഗുരുജിയുടെ ആ ഒരു എൻലൈറ്റ്മെൻറ്റ് ദീക്ഷ. അപ്പം നമ്മളിവിടെ ജനിച്ച് വീഴുന്നു കഴിയുമ്പം, അല്ലെങ്കിൽ അതിനു മുന്നേ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ ഒക്കെ ചെയ്തു കൂട്ടിയ കുറേ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നമ്മളുടെ ഓറയിൽ, അതെങ്കിൽ നമ്മുടെ സോളിലെല്ലാം അടങ്ങി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാരണമാണ് വി ആർ ലൈക്ക് സഫറിങ്, നമുക്ക് എല്ലാം പ്രോബ്ലം ആയിട്ട് വരുന്നതും ഒക്കെ അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ്. കുറേ ദോഷങ്ങളുണ്ടാവും, അതായത് കർമ്മദോഷം, ദൃഷ്ടിദോഷം, ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന കുറേ ദോഷങ്ങൾ, പിന്നെ എന്താ പറയുക, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം നാഗദോഷമൊക്കെ ഉണ്ട്. അപ്പം നാഗദോഷത്തിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് നാഗദോഷം? നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ ആ ഒരു സർപ്പത്തിൻ്റെ ആ ഒരു ദോഷമല്ല. അതായത് ഉള്ളിൽ, ഞാൻ എപ്പോഴും പറയാറ്, നമ്മൾ ഉള്ളിലേക്ക് കുറച്ച് ഇന്നറിലേക്ക് പോയി കഴിയുമ്പോൾ വി വിൽ നോ നമ്മൾ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്നൊക്കെ. അങ്ങനെ നമ്മുടെ ഈ ഒരു സോളിനകത്തുള്ള ഒരു ആകൃതിയാണ് ഈ അത് ഒരു പാമ്പിന്റെ രൂപം ഉള്ളത് കൊണ്ടാണ് പീപ്പിൾ ആർ ലൈക്ക്, ഓ നാഗദോഷം എന്ന് പറഞ്ഞാൽ സർപ്പത്തിന്റെ. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദറ്റ്. അത് നമ്മുടെ ഉള്ളിലുള്ള ചക്രാസിന്റെ ഒക്കെ ഒരു അലൈൻമെന്റും അതൊക്കെയാണ് ഈ ഒരു നാഗദോഷം. അതിന്റെ ഒരു വീഡിയോ ഓൾറെഡി മഹേഷ് ഗുരുജി പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ആ ദോഷങ്ങളും, നമ്മൾ കർമ്മദോഷം, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്ത കുറേ കാര്യങ്ങളില്ലേ, അപ്പോൾ ആ ദോഷങ്ങളൊക്കെ നമ്മുടെ സോളിൽ അടങ്ങി കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണവും നമുക്ക് മുന്നോട്ട് പോകാൻ ഒന്നും പറ്റത്തില്ല. നമ്മുടെ ജേർണി അവിടെ സ്റ്റോപ്പ് ആകും. വിൽ ബി ലൈക്ക് ക്ലൂലെസ്, ഡിപ്രഷനിലേക്ക് പോവുക, എല്ലാത്തിലും പ്രശ്നമാവുക. ഇതൊക്കെ ഒരു കാരണമാണ് നമ്മൾ ചെയ്ത് കൂട്ടിയിരിക്കുന്ന കർമ്മങ്ങൾ, അറിഞ്ഞോ അറിയാതെയോ. ആൻഡ് ദെൻ വന്നിട്ട് നാഗദോഷം, നമ്മൾ ഒരാളെ സംസാരത്തിലൂടെ അല്ലെങ്കിൽ ദൃഷ്ടിയിലൂടെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളതാണ് ഈ നാക്ക് ദോഷം, ദൃഷ്ടിദോഷം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ സോളിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിനെയാണ് മഹേഷ് ഗുരുജി അവരുടെ ഹീലിങ്ങിലൂടെ ഇറ്റ് വിൽ ബി ക്ലിയർഡ്. അപ്പം നമുക്ക് എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടായിരുന്നത് അതെല്ലാം പൂർണ്ണമായിട്ടും നമ്മുടെ സോളിൽ നിന്ന് എടുത്ത് മാറ്റി. ആൻഡ് നെഗറ്റീവ് സോൾ, ആ നെഗറ്റീവ് സോളിനെ കുറിച്ചും ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അഗൈൻ ഐ എം ടെല്ലിങ്, നമ്മുടെ ചുറ്റിനുമുള്ളത് പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ 99% നെഗറ്റീവ് ആണുള്ളത്. അപ്പം നമ്മളൊരു സംസാരത്തിലൂടെ ആകുമ്പോൾ ആ നെഗറ്റീവ് അടിച്ച് കയറും. ആൻഡ് ഇറ്റ് ഇസ് വെരി ഈസി. നമ്മുടെ ഓറ ഡൗൺ ആയി കഴിയുമ്പം ഒരു തുറന്ന വീട് പോലെ അല്ലെങ്കിൽ തുറന്ന അമ്പലം പോലെ എനി ട്രസ്പാസസ് ക്യാൻ ഗെറ്റ് ഇൻസൈഡ്. അതേപോലെ തന്നെയാണ് നെഗറ്റീവ്സിന് നമ്മുടെ സോളിലേക്ക് കയറാം. ആൻഡ് ദി ഒറിജിനൽ സോളിന് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് അതൊന്നും ചെയ്യാൻ സമ്മതിക്കുക. ആൻഡ് ദേ വിൽ ബി റൂളിങ് അസ്. ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നെഗറ്റീവ് എനർജീനെ വേരോടെ പിഴുത് കളയാനും, ബാധ എന്നൊക്കെ പറയും. ഇപ്പോൾ ഒരു സോള്, ഇപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് സോള് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നെഗറ്റീവായി മാറും. പിന്നെ ആ ഒരു നെഗറ്റീവ്, ഇപ്പം നമ്മൾ എൻലൈറ്റ്മെന്റ് ആയ ഒരു സോൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അലഞ്ഞു നടക്കത്തില്ല. വി വിൽ ബി ഡയറക്ട്ലി ലൈക്ക് നമുക്ക് റീബർത്ത് വേണോ, ഇറ്റ് ഇസ്
നമുക്ക് തീരുമാനിക്കാം വെദർ വി ഹാവ് ടു കം ബാക്ക് ഓർ ഇനി നമുക്ക് ചെയ്ത് തീർക്കാനാണെങ്കിൽ വിൽ കം ബാക്ക്. പക്ഷേ അല്ലാത്ത സോൾ, എൻലൈറ്റ്മെന്റ് ആവാത്ത സോൾ ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, അത് ഇങ്ങനെ നെഗറ്റീവായി മാറി നമുക്ക് ഇപ്പം നമ്മൾ വിചാരിക്കും അയ്യോ നമ്മുടെ ഒറ്റ സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ റിലേഷനുള്ള ആളല്ലേ പോയിരിക്കുന്നത്, ദിൽ ബി വെരി, അവർ ജീവിച്ചിരുന്നപ്പോൾ ദേ വർ വെരി ക്ലോസ് ടു അസ്. പക്ഷേ വൺസ് ആ ഒരു സോൾ ആ ഒരു ബോഡിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നെഗറ്റീവ്. പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഇറ്റ് ഇസ് ഓൾവേസ് നെഗറ്റീവായിട്ടാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ നെഗറ്റീവ്, ആ ബാധ, ആ ദോഷങ്ങൾ മാറ്റുക. അപ്പോൾ വാട്ട് ഓൾ നമ്മൾ ഈ ഒരു ബേർത്ത് തൊട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മം തൊട്ട് ഈ ബേർത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ടിൽ ദ മൊമെന്റ്, അതായത് ഞാൻ പറയത്തില്ല ആ മൊമെന്റ് വരെയുള്ള സംഭവങ്ങളാണ് മഹേഷ് ഗുരുജി ഈ ഒരു എൻലൈറ്റ്മെന്റിലൂടെ മൊത്തം ക്ലിയർ ചെയ്യുന്നത്. അത് ക്ലിയർ ചെയ്ത് കഴിയുമ്പം യു വിൽ ബി യുവർ ഒറിജിനൽ സോൾ. ആൻഡ് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദാറ്റ് ഹി വിൽ ടെൽ യു എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം. ജീവിതത്തിൽ നമുക്ക് മുന്നേറണമെങ്കിൽ കുറച്ച് ചിട്ടകൾ വേണം. സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളൊരു സംഭവമുണ്ട്. ആ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ഏർലി ടു ബെഡ്, ഏർലി ടു റേസ് എന്നൊക്കെ പറയും. പക്ഷേ വേർ ആർ വി ഫോളോയിങ് ഇറ്റ്? നത്തിങ് അല്ലേ. പക്ഷെ അതൊക്കെ നമ്മൾ ഇവിടെ പഠിപ്പിക്കും. നേരത്തെ എണ്ണിക്കുക ആൻഡ് സിസ്റ്റം ഉണ്ടായിരിക്കും. അതായത് മെഡിറ്റേഷൻ ചെയ്യണം. നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു 24 hours ഒരു ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ ആ അരമണിക്കൂർ ഏർലി മോർണിംഗ് കുറച്ച് മെഡിറ്റേഷൻ കാര്യങ്ങളും ചെയ്ത് ദെൻ യു ക്യാൻ ഡു. ഇറ്റ് ഇസ് ലൈക്ക് നമ്മൾ എത്ര പേരായിട്ട് ഇടപെടുന്നതായിരിക്കും, അവരുടെ ഓരോ തോട്ട്സ് നമ്മളിലേക്ക് വരുന്നു, ആ ഒരു എനർജി. അപ്പൊ ഇതിനൊക്കെ മാറ്റാനും ആൻഡ് മേക്കിംഗ് അസ് ടു ലീവ് ദ പ്രസന്റ്, പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാനോ നാളെ എന്താവുന്നതിനെ കുറിച്ച് ചിന്തിക്കാനോ ഒന്നും നമുക്കപ്പോൾ തോന്നത്തില്ല. ഇതൊക്കെ ഒരു പ്രാക്ടീസിലൂടെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, ഒരു ചിട്ടയിലൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതൊക്കെയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ആൻഡ് മേക്കിംഗ് യു ടു ലവ് യുവർ സെൽഫ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് റിയൽ സ്പിരിച്വാലിറ്റി. അല്ലാതെ നമ്മൾ ഈ കാണുന്നതോ ഇതൊന്നുമല്ല. ടു നോ യുവർ സെൽഫ്, ആ ദൈവം, ആ ഗോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദെയർ ഇൻ അസ്. അപ്പം ആ ദൈവത്തെ അറിയിക്കാനാണ് നമ്മളിപ്പം ഈ ഒരു മിഷനായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഫോർ എവ്രി വൺ. ഈ വേൾഡ് മൊത്തം ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കം ടു ദ പാത്ത്. ലൈക്ക് അവനവനിൽ തന്നെയുണ്ട് ആ ദൈവം. ആൻഡ് വെൻ യു റിയലൈസ് നോ, ദെൻ എവറിത്തിങ് വിൽ ബി, എല്ലാം വളരെ സിമ്പിൾ ആയിരിക്കും. ആൻഡ് വിൽ ബി വെരി ഹാപ്പി. ആൻഡ് ആ ഒരു സെൽഫ് ഡിസിപ്ലിനും എല്ലാം കൂടെയാണ് ഇതിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ആൻഡ് യു ക്യാൻ കോൺടാക്ട് മഹേഷ് ഗുരുജി. ആ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ദീക്ഷ എടുക്കാവുന്നതാണ്. ആൻഡ് ദെൻ യുവർ ലൈഫ് വിൽ ബി ലൈക്ക് ത്രൂ ഔട്ട് യുവർ ലൈഫ്. ദെൻ അവർ നമ്മളെ കൂടെ ഒരു എന്താ പറയുന്ന ഒരു ഗൈഡ് പോലെ അല്ലെങ്കിൽ ഒരു മെൻറ്റർ പോലെ, ഒരു ഗോഡ് ഫാദർ പോലെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ലൈഫ് ലോങ്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ നോ യു ആർ ലെഫ്റ്റ്, നോ ടിൽ യുവർ എൻഡ്. എന്ന് നമ്മൾ ആ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു വഴികാട്ടിയെ പോലെ നിൽക്കുന്നതായിരിക്കും. അപ്പം ഇനി അടുത്തൊരു സ്പിരിച്വൽ ടോക്കുമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.